നിങ്ങൾക്ക് അർത്ഥം ഒഴിവാക്കിയാൽ പോലെ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ഒരു സംസാര രീതിയാണ് പോലീസുകാരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ടുണ്ടായത്. അല്ലെങ്കിൽ ആണുങ്ങൾക്കായിക്കൊരു ബസ്സും പെണ്ണുങ്ങൾക്കായൊരു ബസ്സും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ട് ചെയ്യുക. ആണുങ്ങൾക്കൊരു ബസ്സും പെണ്ണുങ്ങൾക്കൊരു ബസ്സും അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മൊത്തം വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നീതി കിട്ടില്ല, നീതി കിട്ടില്ല, നീതി കിട്ടില്ല. അവസാനം നമ്മുടെ ഇത്ര നേരം ഞാൻ ഇപ്പോൾ സമയം 4:45 ഞാൻ വിചാരിച്ച് ഈ സംഭവം നടന്നിട്ട് ഏകദേശം 38 മണിക്കൂറുകൾ പിന്നിട്ടു. ദീപഘട്ടം മരിച്ചിട്ട് 38 മണിക്കൂറുകൾ പിന്നിട്ടു. ഇതുവരെ മെഡിക്കൽ കോളേജ് പോലീസിന് ഫെയർ ഇടാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. സി ഐ പറഞ്ഞു, നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ, അവൻ്റെ ഭാഗത്താണ് തെറ്റെന്ന്. എന്നിട്ട് ഒരു മനുഷ്യനെ, മരിച്ചുപോയ ഒരു മനുഷ്യനെ, ഒരു ക്രിമിനൽ സ്ത്രീ കാണിച്ച തെമ്മാടിത്തരത്തിനെ പച്ചയായിട്ട് ന്യായീകരിക്കുന്ന ഒരു സി ആണ്. എന്താണ് ഇവിടുന്ന് എന്ത് നീതി, എന്ത് തേങ്ങാക്കൊല കിട്ടുമെന്നാണ് പറയാനും. ഈ സ്ത്രീയെ നാട് വിട്ടാലും എവിടെ വിട്ടാലും ഏത് രാജ്യത്ത് പോയി വിളിച്ചാലും അവളെ തിരിച്ചു കൊണ്ടുവന്ന് ജയിലിലാക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നിയമം പഠിപ്പിക്കല്ലോ. നിങ്ങൾ പറഞ്ഞാൽ മാറിത്തരാം, അതൊക്കെ ഞങ്ങൾ ഓക്കെയാണ്, അനുസരിച്ചേ പോവുള്ളൂ. പക്ഷെ ഇത്രയും ഗൗരവമായ ഒരു വിഷയത്തിൽ ഒരു പരാതി കിട്ടിയിട്ട് നിങ്ങൾ ഇപ്പാണല്ലോ വരുന്നത്. എപ്പോ പരാതി കിട്ടിയത്? ഇന്ന് രാവിലെ ഇവിടെ കാപ്പേന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് 1 മണി വരെ. അതിനുശേഷം ഗവർണർ പാസ്